സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലപ്പുറം ICDS ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ICDS സൂപ്പർവൈസർ ആയ സർള മാഡം. സർള മാഡം നമുക്ക് ഇന്ന് നമ്മളോട് സംവദിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നമുക്കറിയാം ഏതൊരു കുട്ടിയുടെയും ഹാബിറ്റാണ് അവരുടെ ലൈഫിനെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത്. എങ്ങനെ പഠിക്കണം എന്നും അത് പഠിക്കണത് സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റഡി ഹാബിറ്റ്സ് വേണമെന്നും ഒക്കെ നമുക്കറിയാം. അതെങ്ങനെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള വളരെ ആവശ്യമുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് സർള മാഡം എത്തിയിട്ടുള്ളത്. സർള മാഡം പിന്നെ സൈക്കോളജിയിൽ PG ഒക്കെ നേടിയ ഒരു ആളാണ്. വളരെ ആപ്റ്റായിട്ട് ഒരു ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. സർള മാഡത്തെ ഈ ഡിവിഷനിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഡിവിഷന്റെ ഡയറക്ടർ മ്യൂസിയം മാഡം, ടീം ഇൻചാർജിലെ എല്ലാ ആളുകളും, ഒപ്പം പാർട്ടിസിപ്പൻസ് ആയിട്ട് കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യുന്ന, ഇതിനെ വൈബ്രന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഓവർ ടു സർള മാഡം. താങ്ക് യു. ഞാൻ ജോയിൻ ചെയ്യട്ടെ, സംസാരിച്ചു തുടങ്ങാലോ അല്ലെ? ഷുവർ മാഡം. ഓക്കെ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എന്നെ ഈ സിജിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്ത ന്യൂസിയ മാഡം, ജസീറ മാഡം, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള മഹീദ എന്നിവരെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷവും അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് കരുതാണ്. സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ ആണ്. അപ്പോ ഇന്ന് എപ്പോൾ തൊട്ടാണ് ഒരു കുട്ടി പഠനം ആരംഭിക്കുന്നത് എന്നറിയും? പാർട്ടിസിപ്പൻസിന് റെസ്പോണ്ട് ചെയ്യാം. എപ്പോഴാണ് ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ പഠനം ആരംഭിക്കുന്നുണ്ട്. പിന്നെ നമ്മള് ശരിക്കും നമ്മൾ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള ഒരു കാര്യം, സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. അപ്പൊ ഏത് ഏജിലാണ് നമ്മള് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നറിയോ? ഹലോ, നമ്മള് 3 to 4 വയസ്സിലാണ് കുട്ടികൾ പഠനം തുടങ്ങുന്നത്. അതായത് കുട്ടികൾ ചെറുതായിട്ട് ഇങ്ങനെ സ്ക്രിബ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും, കുത്തി വരയ്ക്കാൻ തുടങ്ങും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ചുമരിൽ ഇങ്ങനെ വരച്ചു തുടങ്ങും കുട്ടികൾ. അതുപോലെ തന്നെ നിലത്ത് വരയ്ക്കാൻ തുടങ്ങും. അവർക്ക് ഒരു ചോക്ക് കഷ്ണം അല്ലെങ്കിൽ ഒരു ക്രയോൺസോ ഒരു പേനയോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത് അവരുടെ എഴുത്തിന്റെ ആദ്യത്തെ തുടക്കമാണ് ഈ സ്ക്രിബ്ലിംഗ് എന്ന് പറയുന്നത്. നമ്മള് കേൾക്കുന്നുണ്ടല്ലോ? ആർട്ടിസ്റ്റിക്, അതായത് കുട്ടികൾ വരയ്ക്കുന്ന ആർട്ടിസ്റ്റിക് ആൻഡ് റൈറ്റിംഗ് ഡെവലപ്മെന്റിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ സ്ക്രിബ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെറുതെ കുത്തി വരയ്ക്കുന്നതുണ്ട്. കുറച്ചും കൂടെ മസിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇങ്ങനെ കൺട്രോൾഡ് സ്ക്രിബ്ലിംഗ് നടത്തും. ആദ്യം വെറുതെ ഇങ്ങനെ കുത്തി വരച്ച് പോവുകയുള്ളൂ. പിന്നെ മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് കുട്ടികൾ ഇങ്ങനെ കൺട്രോൾഡ് സ്ക്രിബ്ലിംഗ് നടത്താൻ തുടങ്ങും. അതാണ് കുട്ടികളുടെ ഫസ്റ്റ് സ്റ്റേജ്. പഠനത്തിന്റെ സ്റ്റഡിയുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ വരകളാണ്, കുത്തിവരകളാണ്. അതിനുശേഷമാണ് നമ്മൾ LKG UKG ഒക്കെ ചേർത്തുമ്പോൾ നിങ്ങൾക്കറിയാം, ഓരോ ടീച്ചേഴ്സും, ഇതിൽ ടീച്ചേഴ്സിനുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കറിയാം, പിന്നെ അവരിങ്ങനെ വരഞ്ഞ എന്താ സ്ലാൻഡിങ് ലൈൻസ്, അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ്, O ഇടാൻ പഠിപ്പിക്കുക, C എഴുതാൻ പഠിപ്പിക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യും പിന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പഠനം എത്തും ഫസ്റ്റ്? പിന്നെ നമ്മൾ തുടങ്ങി ഈ ഒരു സ്റ്റേജ് ആണ് ആദ്യം തന്നെ. ആദ്യം സ്ക്രിബ്ലിംഗ് തുടങ്ങുന്നുണ്ട്. പിന്നെ LKG UKG ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതേപോലെ സ്ലാൻഡിങ് ലൈൻസ്, ചെരിഞ്ഞ വരകള്, നേര വരകള്, A എഴുതാൻ പഠിപ്പിക്കുക, O ഇടാൻ പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും.
അപ്പൊ നമ്മള് ഒരു കുട്ടീനെ പഠനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, എത്ര വരെയാണ്, ഏത് ക്ലാസ് സ്റ്റാൻഡേർഡ് വരെയാണ് രക്ഷിതാക്കൾ കുട്ടീനെ അസിസ്റ്റ് ചെയ്യേണ്ടത് എന്ന് അറിയോ? ഹലോ, ഒരു നാലാം ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ രക്ഷിതാക്കള് കുട്ടികളെ കുട്ടികളെ അസിസ്റ്റ് ചെയ്യണം. അതായത് കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് രക്ഷിതാവ് കുട്ടിയെ എഴുതാനും വായിക്കാനും എല്ലാം പഠിപ്പിക്കണം. ഇപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്കറിയാം, കുട്ടി ആ എന്ന് എഴുതുമ്പോ അമ്മ കുട്ടിയുടെ കൂടെ തന്നെ കൈ പിടിച്ച് വേണം എഴുതിപ്പിക്കാന്. അതേപോലെ ഒന്ന് എഴുതുകയാണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ കുട്ടികളെ എന്ത് ചെയ്യണം, വായിച്ച് എഴുതാൻ കൂടി കുട്ടികളെ ശീലിപ്പിക്കേണ്ടതാണ്. അപ്പൊ പിന്നെ ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ഫിഫ്ത് സ്റ്റാൻഡേർഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് മതി. കുട്ടി പകുതി സ്വന്തം കുട്ടി പഠിക്കുന്നു, രക്ഷിതാവ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുട്ടീനെ അസിസ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിലേക്ക് വേണം പിന്നീട് പഠനം തുടങ്ങാൻ. ഇത് എന്തിനാന്ന് വെച്ചാൽ കുട്ടി സ്വന്തമായിട്ടൊരു സ്റ്റഡി ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. വായിച്ച് കുട്ടിക്ക് മനസ്സിലാക്കി എടുക്കാനും കുട്ടി വായിക്കാനും സ്വന്തമായിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്, പഠിക്കേണ്ടത്, ഇതൊക്കെ കുട്ടി ചെയ്ത് ശീലിക്കുന്നത് 5ാം ക്ലാസ് മുതലാണ്. ആദ്യം രക്ഷിതാവിന്റെ അസിസ്റ്റൻസോട് കൂടി ഫുൾ സപ്പോർട്ട് കൂടി 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന ഒരു കുട്ടി 5ാം ക്ലാസ് തൊട്ട് സ്വന്തമായിട്ട് പഠിക്കാൻ ശീലിക്കുന്നു, രക്ഷിതാവിന്റെ ചെറിയൊരു സപ്പോർട്ടോട് കൂടി മാത്രം. അപ്പോഴാണ് കുട്ടി ശരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റഡി ഹാബിറ്റ് ഫോം ചെയ്യുന്നത്. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടി പഠിച്ചുണ്ടാക്കുന്നത്, മനസ്സിലാക്കിയെടുക്കുന്നത് ഈ ഒരു സമയത്താണ്. നമുക്കൊരു ഫിക്സഡ് ടൈം വീട്ടിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് ടൈം എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് പഠിക്കണം എന്ന് കുട്ടിക്ക് ഒരു തോന്നലുണ്ടാവും. നമ്മള് സാധാരണ ഇപ്പൊ ഭക്ഷണം കഴിക്കാന്, എണീക്കാന്, ഇതിനെല്ലാം നമ്മളൊരു സമയം കണ്ടെത്തും. പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും കുട്ടികൾ ഒരു സമയം നമ്മൾ ഫിക്സ് ചെയ്യാറില്ല. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറെ കൂടി നല്ലതായിരിക്കും. അതേപോലെ തന്നെ കുട്ടി പഠിക്കുന്ന ഒരു സമയത്ത് മറ്റുള്ളവര് TV കാണുന്നത്, മൊബൈൽ നോക്കുന്നത്, അത്തരം കാര്യങ്ങൾ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പൊ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എഫേർട്ട് ഉള്ള ഒരു കാര്യമാണ്. കുട്ടി പഠിക്കുന്ന സമയത്ത് അമ്മമ്മയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാളുകളോ TV കണ്ടുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുട്ടി വിചാരിക്കും, ഞാൻ മാത്രം കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്, എനിക്ക് മാത്രമാണ് ഇവിടെ ജോലി ഉള്ളത്, ബാക്കിയുള്ളവരൊക്കെ കണ്ടില്ലേ എന്തൊരു സന്തോഷായിട്ടാണ് നടക്കുന്നത് എന്നുള്ള ഒരു തോന്നല് കുട്ടിയുടെ ഉള്ളിൽ വരും. അപ്പൊ അതില്ലാതിരിക്കാനാണ് കുട്ടി പഠിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ നോക്കുന്നത്, അതേപോലെ TV കാണുന്നത് ഒഴിവാക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും തുടക്കത്തിലേ നല്ലതാണ്. കാരണം ഇപ്പൊ കുട്ടി സ്കൂളിൽ നിന്ന് പഠിച്ചു വന്ന സബ്ജക്റ്റ് മുഴുവനായിട്ടും വീട്ടിൽ നിന്ന് കുട്ടി കവർ ചെയ്ത് പോകണം. ഈ 1ാം ക്ലാസ്സിൽ തന്നെ ഇത് വേണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ തന്നെ ഇത് തുടങ്ങണോ എന്നുള്ളൊരു ഒരു ചോദ്യം പലപ്പോഴും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. ഒരു കുട്ടിയല്ലേ, കുട്ടിക്ക് ഇത്രയും വലിയൊരു ഇതായിട്ട് കുട്ടികൾ ഇത്രയും സമയം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. പക്ഷെ നമ്മുടെ സ്റ്റഡി ഹാബിറ്റ് ഫോർമേഷന് വേണ്ടിയിട്ട് ഈ ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. മാത്രമല്ല ടൈം ടേബിൾ ഉണ്ടെങ്കിൽ കുട്ടി എല്ലാ സബ്ജക്റ്റും ഒരേപോലെ കവർ ചെയ്ത് പോകുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്രം പഠിക്കും. ഇപ്പൊ കുട്ടിക്ക് ലാംഗ്വേജ് ആണ് ഇഷ്ടം, മലയാളമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുട്ടി എന്നും മലയാളം വായിക്കും. ഇപ്പൊ ചില കുട്ടികൾ കണ്ടിട്ടുണ്ടാവും, ഈ പിന്നെ പദ്യഭാഗങ്ങളൊക്കെ റൈംസ് എല്ലാം ഇങ്ങനെ കാണാതെ ചൊല്ലി 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 കാണാതെ ദിവസവും പഠിക്കുന്നുണ്ടാവും. പക്ഷെ അതേപോലെ പാഠഭാഗങ്ങൾ അവർക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ പോലും ആവശ്യമില്ലാതെ അവർ ചിലപ്പോ ഇങ്ങനെ കാണാതെ പറയുന്നുണ്ടാവും. അത് ദിവസേനയുള്ള വായന കൊണ്ടാണ് കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ മറ്റ് സബ്ജക്ട് സയൻസോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസോ ഒന്നും ആ കുട്ടിക്ക് ഇതേപോലെ പറയാൻ സാധിക്കില്ല. കാരണം എന്താ, കുട്ടി ദിവസവും ആ സബ്ജക്ട് വായിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോ എപ്പോഴും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്നത് എപ്പോഴും കുട്ടികൾക്ക് നല്ലതാണ്.
അത് ഒരു പഠനം തുടങ്ങുന്നതിന്റെ സ്റ്റഡി ഹാബിറ്റ് ഫോം ചെയ്യുന്നതിന്റെ ആദ്യ പടി എന്ന നിലയിൽ കുട്ടികൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഒരു ഫിക്സഡ് ടൈമിൽ കുട്ടികൾ പഠിച്ചു തുടങ്ങണം എന്നൊരു ശീലം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ രക്ഷിതാക്കൾ പലപ്പോഴും കാണാറുണ്ട്, കുട്ടികളെ കളിക്കാൻ വിടില്ല. ഞങ്ങൾ കളിക്കാൻ പോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നീ ഹോംവർക്ക് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ കളിക്കാൻ പോകണ്ട, അല്ലെങ്കിൽ നീ പഠിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ കളിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ട് കളിയെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവണത പൊതുവെ കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് അതൊരു തെറ്റായിട്ടുള്ള പ്രവണതയാണ്. കാരണം എന്താന്ന് വെച്ചാൽ കുട്ടി കളിക്കുന്ന സമയത്ത് കുട്ടി നന്നായിട്ട് എൻജോയ് ചെയ്യും, കുട്ടി ഹാപ്പി ആവും. അതിന്റെ ഔട്ട്കം, അതായത് കളിയുടെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് എപ്പോഴും കുട്ടിക്ക് ഉണ്ടാവുന്നത് സന്തോഷമാണ്. ഈ സന്തോഷം കിട്ടിക്കഴിഞ്ഞ് കുട്ടി ഹാപ്പി ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന സമയത്താണ്. അത് മാത്രമല്ല, കുട്ടി എനർജറ്റിക് ആവും. കളിക്കുമ്പോൾ നമ്മുടെ ഒരു ധാരണ നന്നായിട്ട് കളിക്കുമ്പോൾ ഓടി കളിച്ച് ക്ഷീണിച്ചു വന്നു എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറ്. പക്ഷേ കളിച്ച് ഓടിക്കളിച്ച് ക്ഷീണിച്ച് വന്ന ഒരു കുട്ടി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ലഘുഭക്ഷണമൊക്കെ കഴിച്ച് പഠിക്കാനിരിക്കുമ്പോൾ പലപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ പഠിക്കുക. അവർക്കൊരു ആ ഒരു കളിയിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം എപ്പോഴും പഠനത്തിന് പോസിറ്റീവ് ആയിട്ടാണ് ബാധിക്കാറുള്ളത്, നെഗറ്റീവ് ആയിട്ടല്ല. അപ്പൊ ആ ഒരു പ്രവണത, ആ ഒരു രീതി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. മാത്രമല്ല, കളിയിലൂടെ കുട്ടിക്ക് കിട്ടുന്ന നേടിയെടുക്കുന്ന ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ട്. അവര് പരസ്പരം സംസാരിക്കുന്നു, പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ്, കുറച്ച് ശാരീരികമായിട്ടുള്ള വളർച്ച ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ സഹായിക്കും. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാവും, ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, തോൽവി ജയം അത്തരം കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ കുട്ടി പഠിക്കുന്നത് കളിയിലൂടെയാണ്. അപ്പൊ എപ്പോഴും കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ കളിയും ഇമ്പോർട്ടന്റ് ആണ് എന്നൊരു കാര്യം രക്ഷിതാക്കള് മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് പഠിച്ച് തുടങ്ങേണ്ടത് എന്നാണ് അടുത്ത ഘട്ടം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഒരു കുട്ടിയുടെ ഇപ്പം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് സ്റ്റിമുലസ് ഉണ്ട്. ഒരുപാട് കുട്ടിയുടെ ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടിയുടെ മുൻപിലുണ്ടാവും. കുട്ടി വായിച്ചു തുടങ്ങുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കുട്ടിയുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങും. തൊട്ടപ്പുറത്ത് TV കാണുമെങ്കിൽ അതിലെ ശബ്ദം, പലപ്പോഴും രക്ഷിതാക്കൾ പറയുന്നുണ്ട്, നീ വായിക്കുമ്പോ നീ വായനയിൽ ശ്രദ്ധിച്ചാ പോരെ, എന്തിനാ നീ TV പറയുന്നത് കേൾക്കുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാ മൊബൈൽ നോക്കുന്നത് ശ്രദ്ധിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം കുട്ടീന്റെ ശ്രദ്ധേനെ ആകർഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് അവോയ്ഡ് ചെയ്യാണ് നല്ലത്. അപ്പൊ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത്തരം കാര്യങ്ങൾ ചുറ്റുഭാഗത്ത് നിന്നുള്ള ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് കുട്ടിക്ക് കുറച്ച് എഫേർട്ട് ആവശ്യമാണ്. ഈ എഫേർട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചെടുക്കാൻ അതിന് 3 പ്രോസസ്സാണ് നമ്മൾ പറയുക. ആദ്യം എൻകോഡിങ്, സ്റ്റോറേജ്, പിന്നെ റിട്രീവൽ. എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം മെമ്മറി എൻഗ്രാംസ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ കോഡ് ചെയ്ത് വെക്കും. അതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻകോഡിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ അറ്റൻഷൻ ആവശ്യമാണ്. അറ്റൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ മെമ്മറിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് പോവുകയുള്ളൂ. അപ്പൊ ഇപ്പോ നമ്മളൊരു ക്ലാസ്സിൽ കുട്ടി വായിക്കുമ്പോൾ അതിന്റെ കൂടെ എങ്ങനെയാണ് ശ്രദ്ധ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എൻകോഡിങ് നമുക്ക് കൂടുതൽ വേഗത്തിലാക്കാൻ പറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാല്, കുട്ടി വായിക്കുന്ന സമയത്ത് തന്നെ പോയിന്റ്സ് എഴുതി പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ കുട്ടിക്ക് കിട്ടും. അതേപോലെ തന്നെ വായിക്കുന്ന സമയത്ത് ചെറുതായിട്ട് പോയിന്റ്സ് ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് എഴുതാണ്ട്, വിശദീകരിച്ച് എഴുതാണ്ട്, ഇപ്പൊ നമ്മൾ കുട്ടി ഫോട്ടോസിന്തസിസ് എന്ന് പഠിക്കുകയാണ്. ഫോട്ടോസിന്തസിസ് എന്ന് പഠിക്കുമ്പോൾ നമ്മൾ കുറെ വിശദീകരണങ്ങളുണ്ട്. അത് ഒഴിവാക്കിയിട്ട് കുട്ടി ഫോട്ടോസിന്തസിസ് എന്നൊരു വാക്ക് മാത്രം എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ക്ലോറോഫിൽ എന്നുള്ള ഒരു വാക്ക് മാത്രം എഴുതുന്നു. അങ്ങനെ എഴുതി പോകുമ്പോൾ കുട്ടിക്ക് കുറച്ചുകൂടി അതിലേക്ക് ശ്രദ്ധ ഉണ്ടാവും. കാരണം വായിക്കുന്നു,
അതോടൊപ്പം തന്നെ കുട്ടി എഴുതുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കുട്ടികളോട് എപ്പോഴും പറയേണ്ട ഒരു കാര്യം സൈലന്റ് റീഡിങ് ചെയ്യരുത്. അതായത് പതുക്കെ വായിക്കും. ഞാൻ മനസ്സിൽ വായിക്കുന്നുണ്ട്, അതാണ് കുട്ടി പറയുക. പക്ഷെ മനസ്സിൽ വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് പല കാര്യങ്ങളും വരാൻ സാധ്യതയുള്ളതിനാല് കുട്ടീനോട് എപ്പോഴും ഉറക്കെ വായിച്ച് ശീലിക്കാൻ തന്നെ പറയണം. അത് തുടക്കം തന്നെ ഉറക്കെ വായിച്ച് ശീലിക്കാൻ പറയണം. അപ്പൊ എൻകോഡിങ് പ്രോപ്പർ ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അറ്റൻഷൻ ആവശ്യമാണെന്ന് പറഞ്ഞു. ഈ അറ്റൻഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് നമ്മൾ വായിക്കുന്നതോടൊപ്പം തന്നെ എഴുതി പോവാന്ന് പറയുന്നത്. അതിന്റെ പിന്നെ സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻകോഡിങ് പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിനിൽ അത് മെമ്മറി എൻഗ്രാംസ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ഈ സ്റ്റോറേജ് പ്രോപ്പർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് റിട്രീവ് ചെയ്യാന്, അത് ആവശ്യം വരുന്ന സമയത്ത് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ ഉണ്ടാവും. അപ്പോ ഇനി നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് നമ്മുടെ ബെസ്റ്റ് സ്റ്റഡി ഹാബിറ്റ് മെത്തേഡ് എന്താണെന്നാണ് പറയാനുള്ളത്. അതിൽ ബെസ്റ്റ് സ്റ്റഡി ഹാബിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാല് റീഡ്, റിപ്പീറ്റ് ആൻഡ് റീകോൾ. ഈ 3R ആണ് നമ്മുടെ ബെസ്റ്റ് സ്റ്റഡി ഹാബിറ്റ് മെത്തേഡ്. ഈ മെത്തേഡിലൂടെ നമ്മൾ കുട്ടി പഠിച്ചെടുത്താല് അത് ലോങ് ടേം മെമ്മറിയിലേക്ക്, ദീർഘകാലം നിലനിൽക്കുന്ന മെമ്മറിയിലേക്ക് ഈ പഠനം നീണ്ടുപോകും. റിഹേഴ്സൽ ആവശ്യമാണ് ഇതിന്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അറ്റൻഷന്റെ കാര്യം പറഞ്ഞു. അതേ ഇത് തന്നെ പ്രോസസ്സ് തന്നെയാണ് റീഡിങ് പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ മെമ്മറിയുടെ ബെസ്റ്റ് സ്റ്റഡി ഹാബിറ്റ് മെത്തേഡിന്റെ റീഡ് എന്ന പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. കുട്ടി വായിക്കുക, വായിക്കുന്നതിനോടൊപ്പം തന്നെ പോയിന്റ്സ് എഴുതി നോക്കുക. ഈ പോയിന്റ്സ് എഴുതി നോക്കി കഴിഞ്ഞതിന് ശേഷം അത് ഒരാവർത്തി കൂടി കുട്ടി ഈ പോയിന്റ്സ് വെച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞു നോക്കുക. അപ്പൊ ഫോട്ടോസിന്തസിസ് വായിച്ചു, പിഗ്മെന്റ് വായിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ്സ് വെച്ച് മാത്രം ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ റീഡായി, റിപ്പീറ്റ് ആയി, അതൊന്ന് പറഞ്ഞു നോക്കലുമായി, റീകോൾ ചെയ്യലും കൂടെ ആയി. ഇത്രയും പ്രോസസ്സിലൂടെ നമ്മളൊരു കുട്ടി കടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മെമ്മറി ലോങ് ടേം മെമ്മറിയിലേക്ക് പാസ് ചെയ്യും. അപ്പോ ലോങ് ടേം മെമ്മറി എത്തിക്കഴിഞ്ഞ ഞാൻ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ റീഡ് ചെയ്തു, റിപ്പീറ്റ് ചെയ്തു, റീകോൾ ചെയ്തു, ഓക്കെയാണ്, ഇനി എന്റെ ലോങ് ടേം മെമ്മറിയിലേക്ക് ഇത് പോവും എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കാലം, ഇപ്പൊ നമ്മൾ പറയും കാലം എല്ലാ മുറിവുകളെയും മായ്ക്കും, അതേപോലെ തന്നെ കാലം ചില കാര്യങ്ങളെയും മായ്ക്കുന്നുണ്ട്. അപ്പൊ ടൈം എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ മെമ്മറി ട്രേസസിനെ അല്ലെങ്കിൽ എൻകോഡ് ചെയ്ത് വെച്ച കാര്യങ്ങളെ ചിലപ്പോൾ ഡീകേ വരുത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പഠനത്തിൽ എപ്പോഴും റിവിഷൻ ആവശ്യമാണ്. ഈ റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പഠനം പ്രോപ്പർ ആയിട്ട് നടക്കുക. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നമ്മൾ എപ്പോഴും കുട്ടി ഈ പ്രോസസ്സിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മള് കൂടുതൽ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ മെമ്മറി ട്രിക്സ് നമ്മൾ പറയാറുണ്ട്. അതിലൊന്നാണ് ഈ ചങ്കിങ് എന്ന് പറയുന്നത്. ചങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട്, ഇപ്പൊ നമ്മൾ ഫോൺ നമ്പർ ഒക്കെ ഓർത്ത് വെക്കും അല്ലെ? ഫോൺ നമ്പർ ഇങ്ങനെ നമ്മൾ ഓർത്ത് വെക്കുക. ചില ആളുകൾ 4 അക്ഷരങ്ങൾ കൂട്ടിയിട്ടാണ് ഫോൺ നമ്പർ. ഇപ്പൊ 9847 എന്നിട്ടാണ് അടുത്ത നമ്പർ കൂട്ടുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് നമ്മള് ഒരു കാര്യത്തിനെ ഓർത്ത് വെക്കുന്നതിനെയാണ് നമ്മള് ചങ്കിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ സിനിമകളായിട്ട് ഇപ്പൊ ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മള് കുറച്ചുകൂടി ഒരു സിനിമ കാണുന്നത് പോലെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഹിസ്റ്ററിയിൽ കുറെ യുദ്ധങ്ങൾ പഠിക്കാനുണ്ട്. ഈ യുദ്ധങ്ങളാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അവർക്കത് അതിന്റെ ഡേറ്റ് ഓർമ്മയുണ്ടാവില്ല, വർഷം ഓർമ്മയുണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളൊരു ബാഹുബലി സിനിമയൊക്കെ കാണുന്ന പോലെ ഇപ്പൊ 1857 ശിപായി ലഹള നടക്കുന്നതും ആ ശിപായി ലഹളയുടെ ഇന്ന സ്ഥലത്ത് മീററ്റിലാണ് അത് പൊട്ടിപ്പുറപ്പെട്ടതെന്നും
അതിന്റെ കാരണം ഇന്നതായിരുന്നു. അതിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയും. അതിന്റെ കാരണം പന്നിയുടെയും പശുവിന്റെയും ഒക്കെ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് തിരകൾ ഉണ്ടാക്കിയിരുന്നതെന്നും അതൊരു സിനിമ പോലെ കുട്ടികൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെമ്മറി ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ ഈ PSC കോച്ചിങ്ങിനൊക്കെ കേട്ടിട്ടില്ലേ? ജലജയുടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ അവര് കുറെ ഇത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ ട്രിക്സുകൾ കാണിക്കാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശീലിക്കുന്നത് അല്ലെങ്കിൽ പഠനത്തോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നത് വളരെ നന്നായിരിക്കും. ഇനി പറയാനുള്ള ഒരു കാര്യം നമ്മുടെ പിന്നെ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, അതായത് എൻകോഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, സ്റ്റോറേജ് കഴിഞ്ഞ് അത് നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയം, അതായത് നമ്മൾ പഠിച്ചൊരു കാര്യം ഒന്നിൽ പരീക്ഷാ പേപ്പറിൽ എഴുതുന്നു, അല്ലെങ്കിൽ ടീച്ചർ ചോദിച്ചാൽ അതിന് ആൻസർ പറയുന്നു. ഈ പറയാനുള്ള ഒരു കപ്പാസിറ്റി, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടിക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവും. പല കുട്ടികൾക്കും ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടാവുമ്പോൾ ഇപ്പോ ഞാനിപ്പോ ICDSയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളായിട്ട് അഡോളസെന്റ് കുട്ടികളുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ സമയത്ത് കുട്ടികൾ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എക്സാമിന്റെ സമയത്ത് ഭയങ്കര ടെൻഷനാണ്, പഠിച്ചതെല്ലാം മറന്നു പോവാണ് എന്നുള്ള ഒരു പ്രശ്നം പറയാറുണ്ട്. അപ്പോ ഈ പ്രശ്നത്തിന് എന്താന്ന് വെച്ചാല് എല്ലാ ഭാഗവും നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് ടെൻഷൻ കുറവായിരിക്കും. അതേപോലെ തന്നെ ഒട്ടും പഠിക്കാത്ത ഒരു കുട്ടിക്കും എന്തായിരിക്കും, ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ പകുതി പഠിച്ചു പകുതി ഭാഗം പഠിക്കാത്ത ഒരു കുട്ടിക്ക് എപ്പോഴും ടെൻഷൻ ആയിരിക്കും. കാരണം അവൻ ചിന്തിക്കുക ഈ ഭാഗം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ആ ഒരു ചിന്ത അവനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. പഠിച്ച ഭാഗത്തിനേക്കാൾ കൂടുതൽ ആ കുട്ടിയെ ടെൻഷൻ ആക്കുന്നത് പഠിക്കാത്ത ഭാഗങ്ങളെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. അപ്പൊ അത് ആദ്യമേ തന്നെ കുട്ടിയോട് പറയണം. നന്നായിട്ട് എല്ലാ ഭാഗവും, ഒരു ഭാഗം പോലും വിടാതെ എല്ലാ ഭാഗവും പഠിച്ചെടുക്കാനുള്ള ഒരു ശീലം കുട്ടിയിൽ ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ എക്സാമിന്റെ സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് എല്ലാം കുറച്ചുകൂടെ വലിയ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴാണ് കുട്ടികൾ പൊതുവെ ഈ ഒരു വിഷയം പറയാറുള്ളത്, എക്സാം ഫിയർ പറയാറുള്ളത്. ബ്രീത്തിങ് എക്സസൈസ് എല്ലാം കുട്ടികളെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രെസ് കുട്ടികളിൽ കുറയ്ക്കാൻ സാധിക്കും. കുട്ടിക്ക് നന്നായിട്ട് എക്സാം എഴുതാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കുട്ടിയോട് അന്ന് സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും കുട്ടിയോട് ഒരു പോസിറ്റീവായി, എല്ലാ കാര്യങ്ങളും വേണ്ട, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കുട്ടിയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുക. അപ്പൊ കുട്ടി ആ ദിവസത്തെ എല്ലാ കാര്യവും കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ സ്ക്രീൻ ചെയ്യും. അങ്ങനെ സ്ക്രീൻ ചെയ്ത് ആ കുട്ടി ഒരു പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ് കുട്ടി പറയും അമ്മയുടെ അടുത്ത്. അങ്ങനെ പറയുമ്പോൾ ഒരു എക്സ്റ്റേണൽ വാലിഡേഷന്റെ ആവശ്യമില്ലാതെ, പുറമേ നിന്ന് ആരും അറിയിക്കാണ്ട് തന്നെ കുട്ടിയിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാണ്. കാരണം ഇന്ന് ഞാൻ ഇത് ചെയ്തു, ഒരു പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ് ആണ് ആ കുട്ടി അമ്മയോട് പറയുന്നത്. അപ്പൊ അമ്മ അപ്രീഷിയേറ്റ് ചെയ്തു. കുട്ടി ആ ചിന്തകളുമായിട്ടാണ് കുട്ടി കിടന്നുറങ്ങുക. ആ ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയോടെ ആയിരിക്കും കുട്ടി എണീക്കുക. അങ്ങനെ ആ ദിവസം പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയോടെ എണീക്കുന്ന, ആറ്റിറ്റ്യൂഡോട് കൂടി എണീക്കുന്നത് കൊണ്ട് കുട്ടിക്ക് ആ ദിവസവും പോസിറ്റീവ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇതൊരു 21 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സഹായിക്കും. അപ്പോ ക്ലാസ് 6:53 വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ടോ? എന്താണ്? കണ്ടിന്യൂ 7 മിനിറ്റും കൂടെ ഉണ്ട്, വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഏത് സമയത്താണ് നമ്മൾ 7 മണി വരെ ഉണ്ട് മാം. 7 മണി വരെ ഉണ്ട്. ആ സമയം വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവർക്ക് സംശയങ്ങൾ ചോദിക്കാൻ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇത് വേണോ? വേണമെങ്കിൽ ആവാം. അപ്പോ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു 6:55 ആവുമ്പോ നിർത്താം അല്ലേ? 55 ആയി.
ഇപ്പൊ ഞാൻ പറഞ്ഞു രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികളോട് ഇങ്ങനെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കുട്ടിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. പിറ്റേ ദിവസം കുട്ടി ഒരു പോസിറ്റീവായിട്ട്, അതുപോലെ തന്നെ ഈ നമ്മുടെ ന്യൂറൽ കണക്ഷൻസ്, അതായത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ന്യൂറൽ കണക്ഷൻസ് കുട്ടിയിൽ ഫോം ചെയ്യാനും പിന്നീട് കുട്ടിയിൽ അത്തരത്തിലുള്ള ചിന്തകള്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചെടുക്കാനും ഒരു പോസിറ്റീവ് ചിന്താഗതിയോട് കൂടിയിട്ട് കുട്ടിക്ക് ഉണരാനും സാധിക്കും. പിറ്റേ ദിവസം കുട്ടിക്ക് നല്ലൊരു ദിവസമായിട്ട് മാറാൻ വേണ്ടി ഈ ഒരു ശീലം ഡെവലപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ രക്ഷിതാക്കള് ഈ ഒരു കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് സ്പീഡ് പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ആയതായിട്ട് തോന്നി. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. രാവിലെ എണീറ്റ ഉടൻ വിദ്യാർത്ഥി എന്തൊക്കെ ചെയ്യണം? രാത്രി കുട്ടി പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അതായത് രാത്രി കുട്ടി ഫുൾ പാഠഭാഗങ്ങളും പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ പിന്നെ പഠിക്കണം എന്നില്ല. പക്ഷെ രാവിലെ നമ്മൾ കുട്ടികളോട് പ്രഭാത കാര്യങ്ങൾ, രാവിലെ എണീറ്റതിന് ശേഷം പല്ല് തേക്കുക, കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക. പിന്നെ ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത്രയും മതി. പിന്നെ കുറച്ച് വലിയ വലിയ ക്ലാസ്സിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് നമ്മൾ രാവിലെ പഠിക്കാനുള്ള ഒരു സമയം കൂടെ അതിന് ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം പല കുട്ടികളും രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ട്. അല്ല മദ്രസ സ്കൂളിനോട് കൂടി തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അല്ല രാവിലെ പഠിക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയം പഠനത്തിന് വേണ്ടി കൂടി ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കഴിയുന്നതും രാത്രി തന്നെ പഠിച്ച് അത് പാഠഭാഗങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനും പിറ്റേ ദിവസത്തേക്കുള്ള ടൈം ടേബിൾ എടുത്തു വെക്കാനും തുടക്കത്തിലെ തന്നെ LKG ക്ലാസ് തൊട്ട് തന്നെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കേണ്ടതാണ്. 1-ാം ക്ലാസ് തൊട്ട് തന്നെ നമ്മൾ കുട്ടീനെ ശീലിപ്പിക്കണം. ഇനി ഇത്രയേ ഉള്ളൂ തോന്നുന്ന സംശയം. നിർബന്ധമായും ശീലിക്കേണ്ട 5-10 ശീലങ്ങൾ, 5-10 ശീലങ്ങൾ. ഒന്ന്, നമ്മുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ടുള്ള പല്ല് തേപ്പ്, കുളി, ടോയ്ലറ്റിൽ പോവാൻ പഠിപ്പിക്കുക. അത് നമ്മൾ കൃത്യമായിട്ട് അതാണ് നമ്മൾ LKGയിൽ ചേർത്തുന്നതിന് മുമ്പ് കുട്ടികളിൽ അംഗനവാടികളിൽ പറഞ്ഞയക്കുന്നത് ഒരു വളരെ നല്ല കാര്യമാണ്. കുട്ടികളിൽ ക്യൂ നിൽക്കാൻ പഠിപ്പിക്കും. അതുപോലെ തന്നെ രാവിലെ ഒരു റീഡിങ്, നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ അംഗനവാടിയിൽ ശീലിപ്പിക്കുന്നത്. ഇപ്പൊ രാവിലെ കുട്ടി എന്താണെന്ന് വെച്ചാല് രാവിലെ കുട്ടി എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, അതേപോലെ ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടികൾ പഠിച്ചെടുക്കുന്നു. ഇതൊക്കെ നമ്മൾ തുടക്കത്തിലെ ശീലിപ്പിക്കുന്നത് കുട്ടികൾക്ക് നല്ലതായിരിക്കും. ഒരു എൻകോഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു സംശയം ഇതിന്റെ ഇടയിൽ വന്നു. ഒന്നുകൂടെ വീട്ടിൽ വെച്ചിട്ട് പഠനത്തിന് പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണ്? പഠനത്തിന് നല്ല സമയം അല്ലേ? പഠനത്തിന് ഒരു കുട്ടീനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതായത് ചില കുട്ടികൾക്ക് രാത്രി പഠിച്ചാലായിരിക്കും കൂടുതൽ മനസ്സിലാവുന്നത്. അത്തരം കുട്ടികൾ രാത്രി എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പഠിക്കും. ചിലവർക്ക് രാവിലെ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് ഉന്മേഷവും പഠിക്കാൻ കൂടുതൽ ഇഷ്ടമൊക്കെ തോന്നുന്നത്. അപ്പൊ ആ സമയം സെലക്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. പഠനത്തിന് കൂടുതൽ എടുക്കുന്ന സമയം ഉണ്ടല്ലോ, ഇപ്പൊ ഒരു 10-ലെത്തിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ രാത്രി സമയം മാത്രം മതിയാവില്ല, പകലും കൂടെ പഠിക്കേണ്ട ഒരാവശ്യം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടി ഇപ്പോ രാവിലെയാണ്, അതായത് രാത്രിയാണ് കുട്ടിക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുക. രാവിലെ രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കാൻ എനിക്ക് അങ്ങനെ കഴിയില്ല എന്ന് കുട്ടി പറയുകയാണെങ്കിൽ കൂടുതൽ സമയം, കുട്ടിയുടെ പഠനത്തിന്റെ കൂടുതൽ സമയം രാത്രി സമയം എടുക്കുക. രാവിലെയുള്ള സമയം പഠിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ മറ്റു കാര്യങ്ങൾ ചെയ്യാന്, ഹോംവർക്ക് ചെയ്യാന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയായിരിക്കും ഏറ്റവും നല്ലത്.
പിന്നെ ആരോ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻകോഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൗട്ട്. നമ്മള് എൻകോഡിംഗ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് തോന്നുന്നത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എഫേർട്ട് ആവശ്യമാണെന്ന് പറഞ്ഞു. അതിൽ 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അതാണ് ചോദിച്ചത് മാഡം. എൻകോഡിംഗ് അതാണ് സ്റ്റോറേജ് റിട്രീവൽ, ആ ഒരു കാര്യമല്ലേ ചോദിച്ചത് ആ, അതെ അല്ലേ? അതെ. എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം നമ്മുടെ ബ്രെയിനിൽ കോഡ് ചെയ്ത് വെക്കുകയാണ്. കോഡുകളായിട്ടാണ് ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിലെല്ലാം കോഡുകളുടെ രൂപത്തിലാണല്ലോ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കുട്ടിക്ക് ശ്രദ്ധയോട് കൂടി വായിച്ചാൽ മാത്രമേ, പഠിച്ചാൽ മാത്രമേ കുട്ടിയുടെ ബ്രെയിനിൽ അത് പ്രോപ്പർ ആയിട്ട് എൻകോഡ് ചെയ്യപ്പെടുള്ളൂ, കോഡുകളായിട്ട് ബ്രെയിനിൽ ഫോം ചെയ്ത് വെക്കുള്ളൂ. അതാണ് എൻകോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ലോങ് ടേം മെമ്മറി ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി ആയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കലാണ്. അതാണ് സ്റ്റോറേജിൽ വരുന്നത്. ഈ ലോങ് ടേം മെമ്മറിയിലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത് റീഡ്, റിപ്പീറ്റ്, റീകോൾ. വായിക്കുക, വീണ്ടും വായിക്കുക, അതൊന്ന് പറഞ്ഞു നോക്കുക. ഈ പറഞ്ഞു നോക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാല് കുട്ടി പഠിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉറക്കെ വായിക്കുമ്പോഴുള്ള ഗുണമാണത്. കുട്ടി വായിച്ചതിലോ പഠിച്ചതിലോ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ കുട്ടിക്ക് പറഞ്ഞു നോക്കുമ്പോൾ എവിടെയാണ് കിട്ടാത്തത് ആ ഭാഗം ഒരാവർത്തി കൂടി വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ റീകോൾ ചെയ്യുമ്പോൾ കുട്ടിക്ക് കിട്ടുന്നത്. അപ്പൊ ഇത്രയും പ്രോസസ്സാണ് നമ്മളെ പഠനത്തിലുള്ളത്. റീഡ്, എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ. അത് പ്രോപ്പർ ആയിട്ട് ബെസ്റ്റ് സ്റ്റഡി ഹാബിറ്റ് മെത്തേഡാണ് റീഡ്, റിപ്പീറ്റ്, റീകോൾ എന്ന് പറയുന്നത്. ഓക്കെ മാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു, സമയമായിട്ടുണ്ട്. ഒറ്റ തവണ മാത്രം വായിക്കുന്ന ശീലമുള്ള കുട്ടിയെ റിപ്പീറ്റ് ചെയ്ത് വായിക്കാനുള്ള പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അത് നമ്മൾ പറയുക തന്നെ വേണം. ഒറ്റ തവണ മാത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സബ്ജക്റ്റേ ഉണ്ടാവുള്ളൂ, കുറച്ച് പാഠഭാഗങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു 10th എത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഇങ്ങനെ 5ാം ക്ലാസ് 6ന്റെ ഓരോ ക്ലാസ് പടിപടിയായി വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ പാഠഭാഗങ്ങൾക്ക് ഒരുപാട് വായിക്കാനുണ്ടാവും. അപ്പോ ഈ പഠിക്കുന്ന ഭാഗം ഒരു തവണ വായിച്ചാൽ പോരാ. അതായത് ഇന്നിപ്പോ പഠിച്ച ഒരു കാര്യം പഠിച്ചു എന്ന് വിചാരിക്കുക, ഞാൻ പഠിച്ചല്ലോ എന്ന് വിചാരിച്ച് ബുക്ക് മടക്കി വെക്കാതെ സൺഡേ സാറ്റർഡേ കുട്ടിക്ക് അവസരം കിട്ടുന്ന സമയത്ത് ഈ ഭാഗങ്ങൾ ഒന്നുകൂടി വായിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറയണം. പഠനം എന്ന് പറയുന്നത് കുറച്ച് എഫേർട്ടുള്ള പണി തന്നെയാണ്. കുട്ടി തോന്നും ഞാൻ മാത്രമാണ് പണിയെടുക്കുന്നത്, ബാക്കി എല്ലാവരും സന്തോഷമായിട്ട് നടക്കുകയാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അതുകൊണ്ടാണ് TV എല്ലാം നമ്മൾ ഒഴിവാക്കണമെന്ന്, ആ സമയത്ത് ഒഴിവാക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം. റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ നമ്മൾ കുട്ടിയെ ശീലിപ്പിക്കുക തന്നെ വേണം. ജസീറ മാഡം വൈൻഡ് അപ്പ് ചെയ്തോളൂ. ഇനി 7:02 ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഞാൻ പെട്ടെന്ന് താങ്ക്സ് അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ജസീറ മാഡം സംസാരിക്കുകയാണ് തോന്നുന്നു. താങ്ക് യു സർല മാഡം. കുത്തിവരഞ്ഞു തുടങ്ങിയ ഒരു കുട്ടിയുടെ പഠന തുടക്കം എങ്ങനെ മികച്ചതാക്കാം എന്നതിനെ കുറിച്ച് മനോഹരമായി സംസാരിച്ചിരിക്കുന്നത് സർല മാഡമാണ്. കുട്ടികളുടെ വികാരങ്ങൾ മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അവരുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്കും വളരെ ലളിതവും പ്രായോഗികമായും അവതരിപ്പിച്ചിരിക്കുകയാണ് മാഡം. ഈ അറിവുകൾ നമ്മളുടെ കുട്ടികളുടെ മികച്ച ഭാവിക്കായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറയുകയാണ്. ലളിതവും സുന്ദരവുമായ പഠന രീതികളിലൂടെ നമ്മുടെ കുട്ടികളുടെ ഓരോ കാര്യത്തിലും നമ്മുടെ ശ്രദ്ധ എത്രത്തോളം ആവശ്യമാണെന്നും മാം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കളിയിലും കാര്യമുണ്ടെന്ന് നല്ലൊരു അറിവായിരുന്നു. കളിയിലൂടെ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന എനർജി
അതുപോലെ തന്നെ വിജയപരാജയങ്ങളെ ഉൾക്കൊള്ളാനുള്ള മാനസികമായ തയ്യാറെടുപ്പ്, ഇതിനൊക്കെ നമുക്ക് അവരോടൊപ്പം ചേർന്നിരിക്കാം. ഈ ഒരു നല്ലൊരു സെഷൻ ഈ ഒരു സുപ്രഭാതത്തിൽ ലളിതമായി നമ്മോട് സംബന്ധിച്ച സരള മേഡത്തിന് ഡിവിഷൻ ടീമിന്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ എല്ലാ ദിവസവും അതിരാവിലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തുചേരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡിവിഷൻ പാർട്ടിസിപ്പൻസ്, അവരാണ് ഇതിന്റെ ഹൃദയതാളമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്കും സ്നേഹനന്ദി ഡിവിഷന്റെ പേരിൽ അറിയിക്കുകയാണ്. കൂടാതെ മേഡത്തെ നമുക്കായി നൽകിയിരിക്കുന്നത് മഹിത മേഡമാണ്. മഹിത മേഡത്തെയും ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. അതുകൊണ്ട് ഈ ഒരു കൂടാതെ കൂടെയുള്ള ടീം ഇൻചാർജ് ജംഷീർ സർ, മറ്റ് സഹപ്രവർത്തകർക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ സമാപിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു മാഡം.